ഹായ് ഫ്രണ്ട്സ്, കളേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സർക്കുലർ പ്ലാസോ പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 10 വയസ്സുള്ള കുട്ടീൻ്റെ അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതൊരു സാരി മെറ്റീരിയലാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഇത് പാൻ്റാണോ സ്കേർട്ടാണോ എന്ന് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഡിവൈഡഡ് സ്കേർട്ട് എന്നും പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുട്ടികൾക്ക് ഇതിന് 1.5 മീറ്റർ മതിയാകും. ഞാൻ എൻ്റെ കയ്യിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കോണായി മടക്കി വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്താം. ഹിപ്പ് റൗണ്ടിൻ്റെ അളവിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിക്കൊടുത്ത് 4 ഇഞ്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തേണ്ട ഹിപ്പ് റൗണ്ടിൻ്റെ അളവ് കിട്ടും. 26 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ടിൻ്റെ അളവ്. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയാൽ 30. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7.5 ഇഞ്ച്. ആ 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രോച്ച് അടയാളപ്പെടുത്തണം. ഓപ്പണിംഗ് ഭാഗത്താണ് ക്രോച്ച് അടയാളപ്പെടുത്തേണ്ടത്. ഹിപ്പ് റൗണ്ടിൻ്റെ അളവ് 26 ഇഞ്ച്, അത് ഡിവൈഡഡ് ബൈ 4 6.5 ഇഞ്ച്. അതിൻ്റെ കൂടെ പ്ലസ് 2 ചേർത്തിട്ട് 8.5 ഇഞ്ച് ക്രോച്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിൻറ്റും ആ ഒരു പോയിൻറ്റും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു കർവ് ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലെങ്ത് അടയാളപ്പെടുത്തണം. ലെങ്ത്ത് ഞാനിവിടെ ഒരു 20 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ കോണിൽ നിന്നും ഹിപ്പ് റൗണ്ടിലേക്കുള്ള അളവ് 10 ഇഞ്ചാണ്. അപ്പോൾ ആ 10 ഇഞ്ചും 20 ഇഞ്ചും കൂടി 30 ഇഞ്ച്. ആ ഒരു 30 ഇഞ്ച് നമുക്ക് അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. 30 ഇഞ്ച് ആ ഒരു കോണിൽ തന്നെ ടാപ്പ് പിടിച്ചിട്ട് ഇതുപോലെ ഓരോ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് പീസ് ജോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ഈ ഒരു പീസ് ഇവിടെ വെച്ച് നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ആ ഒരു പീസ് അവിടെ ജോയിൻ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്രോച്ചിൻ്റെ 2 സൈഡും നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ബാൻഡ് 4 ഇഞ്ച് വീതിയും അതുപോലെ വേസ്റ്റിൻ്റെ അതേ അളവുള്ള ഒരു ബാൻഡ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ച് ഇതിൻ്റെ നടുഭാഗത്തുകൂടി ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കാം. ഇതുപോലെ ഒന്ന് തുറന്നു കൊടുക്കുക. അതിനുശേഷം കാലിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതുപോലെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് രണ്ടായി മടക്കി അടിച്ചു കൊടുക്കണം. കാലിൻ്റെ ഭാഗം അടിച്ചെടുക്കുമ്പോൾ രണ്ട് ക്രോച്ചിൻ്റെ ജോയിൻറ്റും ഒരുമിച്ച് വെച്ച് വേണം നമ്മൾ കാലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കാലിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മടക്കി അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് ഒന്ന് മുഴുവനായിട്ട് റൗണ്ടിൽ അടിച്ചു കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി മടക്കിയിട്ട് അതുപോലെ റൗണ്ടിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. അങ്ങനെ അടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ റൗണ്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബാൻഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇതൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പാൻറ്റിൻ്റെ നല്ല ഭാഗത്ത് ബാൻഡിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് അടിച്ചു തുടങ്ങാൻ. ബാൻഡിൻ്റെ 2 വശവും ഞാനൊന്ന് മടക്കി വെച്ചിട്ട് അയൺ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈസിയായി ജോയിൻ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ച് വെച്ചിട്ടൊന്ന് ബാൻഡ് മടക്കി വെച്ചിട്ട് അടിച്ചിട്ടെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ മുഴുവനായിട്ട് അടിക്കരുത്. കുറച്ചൊരു ഭാഗം അവിടെ
നമുക്ക് ഒഴിച്ച് വിടാം. അത് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോടുകൂടി നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് ഞാൻ ആ ഒരു വേസ്റ്റിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പിൻ ഉപയോഗിച്ച് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ എലാസ്റ്റിക്കിൻ്റെ ഈ രണ്ട് വശവും നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർക്കുലർ പാൻറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വിഡ്ത്തിൽ നമുക്ക് പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.